കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് പുതുശ്ശേരിയിലെ കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത് അല്ലേ? കുട്ടികളടക്കമുള്ളവരെ മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഒരു അറസ്റ്റുമൊക്കെ നടന്നതാണ്. ഇപ്പം ഈ ആക്രമണത്തിൽ BJPക്കെതിരെ കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. മതസൗഹാർദ്ദം തകർക്കാനുള്ള RSS BJP നീക്കമാണ് നടന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും BJP ആഗ്രഹിച്ച പിന്തുണ ലഭിക്കാത്തതിന്റെ പ്രതികാരമാണ് ഈ അക്രമമെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞു. അതേസമയം 2500 യൂണിറ്റിലും DYFI കരോൾ നടത്തുമെന്ന് DYFI വ്യക്തമാക്കിയിട്ടുണ്ട്. RSS ആക്രമണത്തെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നതിലൂടെ കൃഷ്ണകുമാറിന്റെ യഥാർത്ഥ വർഗീയ മുഖം കൂടുതൽ വ്യക്തമായതും DYFI പറയുന്നു. അജിത് ബാബു പാലക്കാട് ചേരുന്നുണ്ട്. അജിത്ത്, കൃഷ്ണകുമാർ മാത്രമല്ല, ഇന്നലെ ഈ ഷോൺ ജോർജിന്റെ പ്രതികരണവും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ മാന്യമായ രീതിയിൽ കരോൾ നടത്തിയില്ലെങ്കിൽ ആർക്കാണെങ്കിലും അടിക്കിട്ടുമെന്ന രീതിയിലൊക്കെയാണ് രണ്ട് നേതാക്കളും വർത്താനം പറഞ്ഞത്. കൃഷ്ണകുമാർ പിന്നെ ആദ്യം പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞതിൽ നിന്ന് ലേശം ഒന്ന് പിന്നോട്ട് പോകുന്നതും ഒക്കെയും കണ്ടിരുന്നു. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ CPIMന്റെയും പ്രത്യേകിച്ച് DYFIയുടെയും നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? തണുപ്പുള്ള ഒരു ക്രിസ്മസിൻ്റെ മനോഹരമായ പ്രഭാതത്തിൽ ഈ കരോളിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാവിലെ ലൈവ് വരുന്ന ഒരു സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ലെവൽ മാറിയത് കൃഷ്ണകുമാറിൻ്റെയും ഷോൺ ജോർജിൻ്റെയും പ്രസ്താവനകൾ വന്നതോടുകൂടിയാണ്. കാരണം ഈ കുട്ടികളാണ്, 14 വയസ്സും അതിൽ താഴെയും പ്രായമുള്ള കുട്ടികളാണ് കരോൾ നടത്തിയത്. അവർ CPMന്റെ കയ്യിൽ നിന്ന് ബാൻഡ് സെറ്റ് വാങ്ങിച്ച് കരോൾ നടത്തുകയായിരുന്നു. അത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് നടത്തിയതെന്നും അത് ഇത്തരത്തിൽ മദ്യപിച്ചാണ് ഈ കുട്ടികൾ കരോൾ നടത്തിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതോടുകൂടിയാണ് അതിൻ്റെ ലെവൽ മാറുകയും വലിയ തരത്തിലുള്ള വിമർശനം പല കോണുകളിൽ നിന്നായി ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനകളാണ് ഇന്നലെ BJP നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുണ്ടായതെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിനാണ് ഇപ്പോൾ അതിനെതിരെ കോൺഗ്രസും DYFIയും ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം മതസൗഹാർദ്ദം തകർക്കാനുള്ള ഇത്തരത്തിൽ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായതെന്ന് കോൺഗ്രസ് പറയുന്നു. അതുകൂടാതെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പിന്തുണ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ലഭിക്കാത്തതിന്റെ പ്രതികാരം ഉൾപ്പെടെയാണ് ഈ ആക്രമണമെന്നും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് A തങ്കപ്പൻ പ്രസ്താവനയോടിൽ പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജനകീയമായ പ്രതിരോധം കോൺഗ്രസ് തീർക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ DYFIയും ഈ കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പാലക്കാട്ടെ പ്രവീൺ തൊഗാഡിയാണ് ഇത്തരത്തിൽ C കൃഷ്ണകുമാർ എന്നുൾപ്പെടെയുള്ള പ്രസ്താവനകളാണ് എന്നുൾപ്പെടെ DYFI പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസും DYFIയും കടന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ അജിത്ത് പാലക്കാട് നിന്ന്.